and welcome back to our channel. So നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 30 ദിവസത്തെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിന്റെ 18ഉം 19ാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഒരു ഹെയർ ഓയിലിംഗ് പ്ലസ് ഒരു ഹെയർ പാക്ക് ആണ്. ഇത് രണ്ടും നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുടി പെട്ടെന്ന് തന്നെ വളരാനും മുടി പൊഴിച്ച് നിർത്താനും ഇത് ഏറ്റവും കൂടുതൽ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇന്ന് ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ റൈറ്റ് സൈഡ് വന്നിട്ട് റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആവും. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെലൈക്കൺ കൂടെ വരും, അതിനെയും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫ്യൂച്ചറിൽ ഏത് വീഡിയോ പോസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് അത് മിസ് ചെയ്യാതെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. അപ്പോൾ നമ്മൾ 18ാമത്തെ ദിവസം നമ്മൾ മുടി വളരാൻ വേണ്ടിയിട്ട് തേക്കാൻ പോണത് ഒരു ഹെയർ പാക്കാണ്, അല്ലെങ്കിൽ ഇതൊരു ഹെയർ സിറമായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് വേണ്ടതാണ് ഒരു തക്കാളി ഫുള്ളൊന്നും വേണ്ട, പകുതി മാത്രം മതി. അതിനെ നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ തക്കാളി നിങ്ങൾ കുഞ്ഞു കുഞ്ഞു പീസിൽ കട്ട് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ച് അത് നിങ്ങളുടെ തലയിൽ നിങ്ങൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആഴ്ചയിൽ 2 തവണ നിങ്ങൾ മുടി പെട്ടെന്ന് തന്നെ വളരാനും മുടിക്ക് നല്ലൊരു ഷൈൻ തരാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തക്കാളി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അടുത്ത് നമുക്ക് വേണ്ടതാണ് ഉരുളൻകിഴങ്ങ്. അപ്പോൾ ഞാൻ ഉരുളൻകിഴങ്ങിനെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലീൻ്റെ കൂടെ തന്നെ നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കാം കുഞ്ഞു കുഞ്ഞു പീസിൽ. പിന്നെ ഉരുളൻകിഴങ്ങിൻ്റെ തൊലി നിങ്ങൾ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ആ തിളപ്പിച്ച വെള്ളം നന്നായിട്ട് തണുത്തതിന് ശേഷം അത് വെച്ച് മുടി കഴുകുകയാണെങ്കിൽ നിങ്ങളെ മുടി പെട്ടെന്ന് തന്നെ വളരാനും മുടി പൊഴിച്ചിൽ നിർത്താനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഉരുളൻകിഴങ്ങ് കട്ട് ചെയ്ത് ആ ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് വേണ്ടതാണ് ഇഞ്ചിൻ്റെ തൊലിയൊന്നും കളയണ്ട, നന്നായിട്ട് ഇഞ്ചി കഴുകി മാത്രം എടുത്താൽ മതി. ഇഞ്ചി കഴുകി എടുത്തിട്ട് അതിൻ്റെ തൊലിയൊന്നും ഇളക്കാതെ നമുക്കിതിനെ നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു പീസിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇഞ്ചി നമ്മൾ ഒത്തിരി ഒന്നും ഇടണ്ട, കുറച്ച് ഇഞ്ചി മാത്രം ഇട്ടാൽ മതി. അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് വേണ്ടതാണ് കറ്റാർ വാഴ. അത് നമുക്ക് കുറച്ച് മാത്രം മതി. അതിൻ്റെ സൈഡിലുള്ള സംഭവം മാത്രം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ തോലിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്തിടാം ഇതിലോട്ട്. അപ്പോൾ നമ്മൾ കറ്റാർ വാഴയും നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മളെ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും സംഭവങ്ങൾ എടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് വേണ്ടതാണ് ഉള്ളി. ഈ ഫുൾ ഉള്ളിയൊന്നും വേണ്ട, നമുക്ക് കുറച്ച് മാത്രം മതി. അപ്പോൾ നമുക്ക് ആ ഉള്ളീനെയും ഇതേപോലെ കുഞ്ഞ് പീസിൽ അതിൻ്റെ ആ തൊലിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അതിനെ നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ ഇത്രയും സംഭവങ്ങൾ എടുത്ത് വെച്ചിട്ടില്ലേ, ഈ സംഭവങ്ങളൊക്കെ നമുക്ക് മിക്സിയിലിട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റായിട്ട് ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. സോ ഞാനിപ്പോൾ ഇവിടെ ഇതിനെ നന്നായിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ അരച്ചെടുത്തിട്ട് നിങ്ങൾ സ്കാൽപ്പിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റത്തേക്ക് വരെ ഈ ഹെയർ പാക്കിനെ നിങ്ങൾ മുടിയിൽ വെച്ചിട്ട് നിങ്ങൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകി കളഞ്ഞാൽ മതി. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മുടി വളരാനും മുടി പൊഴിച്ചിൽ നിർത്താനും ഇത് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഈ പാക്ക് വേണമെങ്കിൽ ഫുൾ മുടിയിലും വേണമെങ്കിലും തേക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിനെ ഒരു ഹെയർ പാക്കായിട്ടല്ല യൂസ് ചെയ്യണത്, ഒരു ഹെയർ സിറമായിട്ടാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഞാനിപ്പോൾ അരച്ചെടുത്ത് വെച്ചിട്ടുള്ളത് നമുക്ക് അരിപ്പയിലിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ ഒരു 2-3 തവണ നിങ്ങൾ സ്കാൽപ്പിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ മുടി പെട്ടെന്ന് തന്നെ വളരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ സംഭവം ഇപ്പോൾ നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് നമ്മൾ തലയിലോട്ട് തേക്കുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള ഈ ഹെയർ സിറം നമുക്ക് നമ്മളെ സ്കാൽപ്പിലോട്ട് ഒരു പഞ്ഞിയിൽ മുക്കി നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മളെ മുടിനെ കെട്ടി വയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രാത്രി യൂസ് ചെയ്തിട്ട് രാവിലെ തല കഴുകാം. അല്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് തേച്ച് കൊടുത്തിട്ട് ഒരു 2 അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ വെച്ചിട്ട് തല കഴുകിയാൽ മതി. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മൾ മുടി വളരാനും മുടി പൊഴിച്ചിൽ നിർത്താനും ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള തക്കാളി ഇത് നമ്മൾ മുടി പൊഴിച്ചിൽ നിർത്തി മുടി വളരാനും മുടിക്കൊരു നാച്ചുറൽ ഷൈൻ തരാനും നമ്മൾ തലയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്ത് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഉരുളൻകിഴങ്ങ്. ഇത് നമ്മൾ ഹെയർ ഫോളിക്കിൾസിനെയൊക്കെ നന്നായിട്ട് നറിഷ് ചെയ്ത് മുടിനെ വളർത്താനും സ്കാൽപ്പിനെ നന്നായിട്ട് ക്ലീൻ ആക്കാനും മുടി പൊഴിച്ച് നിർത്തി നമ്മൾ തലയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്ത് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇഞ്ചി. അത് നമ്മൾ സ്കാൽപ്പിന് നല്ലൊരു കണ്ടീഷനിങ് ആണ്. അതേപോലെ തന്നെ നമ്മൾ സ്കാൽപ്പിൽ ഡാൻഡ്രഫ് താരനൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി മുടി വളരാനും മുടി പൊഴിച്ച് നിർത്താനും സ്കാൽപ്പിനെ നന്നായിട്ട് ക്ലീൻ ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്ത് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് കറ്റാർവാഴ. അത് നമ്മൾ സ്കാൽപ്പിൽ ഡെഡ് സ്കിൻ സെൽസൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് തലയ്ക്ക് നല്ലൊരു കണ്ടീഷനിങ് കൂടാണ്. അതേപോലെ തന്നെ നമ്മൾ മുടി വളർത്താനും മുടി പൊഴിച്ച് നിർത്താനും മുടിക്ക് നല്ലൊരു ഷൈൻ തരാനും തലയിലുള്ള താരൻ പോകാനും ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്ത് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഉള്ളി. അത് നമ്മൾ ഹെയർ ഫോളിക്കിൾസിനെയൊക്കെ നന്നായിട്ട് നറിഷ് ചെയ്ത് മുടി വളർത്താനും മുടിയിൽ ബ്രേക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും ഇത് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് തേച്ച് കൊടുത്തിട്ട് മുടിനെ കെട്ടി വയ്ക്കാം. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ രാത്രി ഫുള്ളും വയ്ക്കാം, അല്ലെങ്കിൽ 4 മണിക്കൂർ കഴിഞ്ഞ് കഴുകിയാൽ മതി. അപ്പോൾ നമ്മൾ 19ാമത്തെ ദിവസം നമ്മൾ ചെയ്യാൻ പോണത് ഒരു ഹെയർ ഓയിലിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടതാണ് ഒരു 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, തേങ്ങ എണ്ണ. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ എണ്ണയിലോട്ട് നമുക്കൊരു 2-3 അല്ലി നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നമ്മളെ മുടി വളരാനും മുടി പൊഴിച്ചിൽ നിർത്താനും ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ 4 അല്ലി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ആ വെളുത്തുള്ളിനെ ഞാൻ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഡബിൾ ബോയിലർ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഡബിൾ ബോയിലർ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ അടിയിലല്ല വച്ചിട്ടുള്ളത്. ഞാൻ ഒരു പാനിൻ്റെ മുകളിൽ മാത്രമാണ് ഈ ബൗൾ വെച്ചിട്ടാണ് ചൂടാക്കണത്. അപ്പോൾ നമ്മൾ എണ്ണ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള വെളുത്തുള്ളി ഒക്കെ ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഈ വെളുത്തുള്ളിനെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എണ്ണ, ഈ എണ്ണ നമ്മൾ സ്കാൽപ്പിലും മുടിയിലും കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് തേച്ച് കൊടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ എണ്ണ നമുക്ക് നമ്മളെ സ്കാൽപ്പിലും മുടിയിലും കൂടി നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസായി മുടി വളരാനും മുടി പൊഴിച്ചിൽ നിർത്താനും ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ഇത് നമ്മൾ മുടി വളരാനും നമ്മൾ ഹെയർ ഫോളിക്കിൾസിനെയൊക്കെ നന്നായിട്ട് നറിഷ് ചെയ്യാനും നമ്മളെ മുടി പൊഴിച്ചിലൊക്കെ നിർത്താനും നമ്മൾ തലയിലുള്ള താരൻ പെയിനൊക്കെ പോകാനും ഇത് ഏറ്റവും കൂടുതൽ ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്ത് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ള തേങ്ങ എണ്ണ ഇത് നമ്മൾ ഹെയർ ഫോളിക്കിൾസിനെയൊക്കെ നന്നായിട്ട് നറിഷ് ചെയ്ത് മുടി വളർത്താനും തലയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും നമ്മൾ മുടീനെ നന്നായിട്ട് ഷൈനി ആൻഡ് സ്മൂത്ത് ആക്കാനും നമുക്ക് മുടിയിൽ ബ്രേക്കേജ് ആൻഡ് സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഹെയർ ഓയിൽ നമ്മൾ സ്കാൽപ്പിലും മുടിയിലും കൂടെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് മുടീനെ ഒന്ന് കെട്ടി വയ്ക്കാം. നിങ്ങൾക്ക് ഈ ഹെയർ ഓയിൽ വേണമെങ്കിൽ രാത്രി ഫുള്ളും വെച്ചിട്ട് രാവിലെ മുടി കഴുകാം. അല്ലാന്നുണ്ടെങ്കിൽ മാത്രം തേച്ച് കൊടുത്തിട്ട് ഒരു 4 മണിക്കൂർ വെച്ചിട്ട് മുടി കഴുകിയാൽ മതി. ഏതെങ്കിലും ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യാം. അപ്പോൾ ഈ 2 സ്റ്റെപ്പ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെ മുടി പെട്ടെന്ന് തന്നെ വളരാനും മുടി പൊഴിച്ചിൽ നിർത്താനും ഇത് ഹെൽപ്പ് ചെയ്യും.
സോ ഗായ്സ്, ഇതായിരുന്നു നമ്മളെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോനെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനലിനെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ കൂടെ വരും, അതിനെയും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. സോ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ.